വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു കുഴിയിലോട്ട് കമന്ന് വീഴുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ കൊച്ചിങ്ങനെ കമന്ന് അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഒരു കുട്ടിക്ക് മാത്രം ഇടുങ്ങി ഇങ്ങനെ വീഴാവുന്ന ഒരു കുഴി എടുത്തിരിക്കുന്നത്. ഇതിലെങ്ങനെ ആ കുട്ടി വീഴും? ഇതെങ്ങനെ അഭിനയിക്കും? നേരെ വന്ന് താപ്പോട്ടൊക്കെ വീഴാന്നുള്ളതാ. അവൻ അത് ആ ഷോട്ട് കണ്ടോണ്ടിരിക്കുമ്പോൾ നെഞ്ചിടിക്കാണ് ഇങ്ങനെ. അയ്യോ ഈ കൊച്ചത് ഇങ്ങനെ വീഴ്ച കുഴിക്കാത്ത വീണ ഇതിനെ എങ്ങനെ എടുക്കും? അതെന്റെ ആ ടെൻഷൻ മുഴുവൻ ആ അഭിനയിക്കുമ്പോൾ എന്റെ മുഖത്തുമൊക്കെ ഉണ്ട്. ഞാൻ അറിയാതെ ബോധം കെടുത്ത ഒരു ഷോട്ടുണ്ട്. അതൊക്കെ ഓൾമോസ്റ്റ് അങ്ങനെ ആയതാണ് ശരിക്കും. കാരണം എനിക്ക് എന്റെ പരവേശം, എന്റെ വെപ്രാളം, ഈ കൊച്ചിനകത്ത് വീഴുമല്ലേ. അപ്പൊ ഇതിന് ആദ്യം ഇത് ഓടി വന്നപ്പം കുഴി എടുത്തിട്ട് ഇങ്ങനെ കരിയിലെയും പുല്ലൊക്കെ അതിന്റെ മേളിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് എടുക്കുന്നത് ഈ കുട്ടി കണ്ടു, കുഴി എടുക്കുന്ന കണ്ടു. അപ്പൊ ഇവിടെ വരുമ്പോ സ്വാഭാവികമായിട്ട് അതൊരു മനുഷ്യ കുഞ്ഞല്ലേ, അതിന്റെ ഇവിടെ വരുമ്പോ അതിങ്ങനെ തപ്പി ഇങ്ങനെയൊക്കെ ആവും. അപ്പൊ പണിയായി. ഉച്ച വരെ നോക്കിയിട്ട് പറ്റുന്നില്ല, കൊച്ചു വീഴുന്നില്ല. ഉച്ച കഴിഞ്ഞ് ഇവർ പ്ലാൻ ചെയ്യുകയാണ് ഈ കുട്ടിയുടെ അച്ഛനെയും കൂടെ വെച്ചിട്ട്. പ്ലാൻ ചെയ്തിട്ട് ഈ കുട്ടി അറിഞ്ഞിട്ടില്ല അവിടെ എവിടെയാണെന്നുള്ളത്, മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റി എടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു വീഴ്ച വീണു കേട്ടോ. ഞാൻ പുറകിലിരുന്ന് ഞാൻ ഒരൊറ്റ വിളി അങ്ങ് വിളിക്കുകയാണ്, അലറി വിളിക്കുക. ഞാൻ വിളിച്ചിട്ട് എനിക്ക് തലയൊക്കെ ഇങ്ങനെ കറങ്ങുക. അയ്യോ ആ കൊച്ചിന്റെ അച്ഛനുണ്ടല്ലോ, സ്വർണ്ണ കപ്പെടുത്ത് കൈ കൊടുക്കണം.